വിതയ്ക്കാതെ പോകാമായിരുന്ന വിത്തുകൾ. ചിന്തിപ്പിച്ച ചില ചിന്തകളിലേക്ക് സ്വാഗതം. ചില സായാഹ്നങ്ങൾ ഞാൻ എൻ്റെ വളർത്തുപട്ടിയുമായിട്ട് എൻ്റെ വീടിന് പുറകിലുള്ള ഒരു പാർക്കിലേക്ക് നടന്നു പോകും. ആ വഴിയിലാണ് എൻ്റെ ഗുജറാത്തി സ്നേഹിതൻ്റെ ഭവനം. അവൻ്റെ പൂത്തോട്ടത്തിൽ ഞങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്ന സൂര്യകാന്തി പൂക്കളുണ്ടായിരുന്നു. ഒരു സായാഹ്നം ഞാൻ അവനോട് പറഞ്ഞു, നീ എനിക്കിതിൽ ചെറുത് തരണം. ഈ വിത്തുകൾ എൻ്റെ പൂന്തോട്ടത്തിലും എനിക്ക് വിതയ്ക്കണം. ഈ വർഷം വസന്തകാലം ഏകദേശം പകുതിയായപ്പോഴാണ് ഞാനത് വഴി പോയപ്പോൾ അവനെ കണ്ടത്. അദ്ദേഹം എനിക്ക് സൂര്യകാന്തിയുടെ വിത്ത് തന്നു. വിത്തെന്ന് പറഞ്ഞില്ല, ഹണി ബീയുടെ കോമ്പ് പോലെ ഇരിക്കുന്ന ഒരു പുറ്റുപോലെ ഒരു വലിയ സൂര്യകാന്തിപ്പൂ. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. എൻ്റെ ഭാര്യ എന്തായാലും അത് ഒരു വലിയ പാത്രത്തിലെ മണ്ണിൽ ചെറുതായി വിതച്ചു. അത് കൊച്ചു ചെടികളായി വളർന്നു. എങ്കിലും വസന്തം പകുതി കഴിഞ്ഞതുകൊണ്ട് പൂക്കാലമൊക്കെ ഏകദേശം അവസാനിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അതിൽ വലിയ പ്രതീക്ഷ കണ്ടില്ല. എങ്കിലും ഞാനത് അല്പം വളർന്നപ്പോൾ മാറ്റി നടുവാനിടയായി. നോക്കൂ, അത് മനോഹരമായ പൂക്കളായി പുഷ്പിച്ച് വീശിയടിക്കുന്ന കൊച്ചുകാറ്റിൽ തലയുയർത്തി നിൽക്കുന്നു. ആ പൂക്കളുടെ ചിത്രമാണിത്. എത്ര മനോഹരമായ പൂവുകൾ! ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പല വിത്തുകളും. ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരിൽ ആരെങ്കിലും വിതയ്ക്കാതെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും വിത്തുകളുണ്ടെങ്കിൽ അവയെ വിതയ്ക്കുക. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ താലന്തുകൾ ദൈവം തന്നിട്ടുണ്ട്. യേശു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അതുപോലെ ഇരിക്കും, ചത്താലോ ഏറെ ഫലം കായ്ക്കും. ഇതുപോലെയാണ് നമ്മുടെ താലന്തുകളുടെ പല വിത്തുകളും. അവ പലപ്പോഴും വിതയ്ക്കാൻ നാം ഭയപ്പെട്ട് കാലം കഴിഞ്ഞു പോയി, പ്രായം കഴിഞ്ഞു പോയി എന്നൊക്കെ ഓർത്ത് നമ്മുടെ പത്തായങ്ങളിൽ, നമ്മുടെ ഭണ്ഡാരഗ്രഹങ്ങളിൽ സൂക്ഷിച്ചു വെക്കും. പ്രിയപ്പെട്ടവരെ, വാരി വിതയ്ക്കുക. സങ്കീർത്തനം 126 5 വാക്യം ഓർമ്മയുണ്ടല്ലോ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ആ കൊയ്ത്തുകാലത്തിൻ്റെ സംഗീതം. ഇതൊരു കൊച്ചു പൂവാണ്. എങ്കിലും ഏതൊരു ഹാർവസ്റ്റും, ഏതൊരു കൊയ്ത്തുകാലവും സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. വിതയ്ക്കാൻ, കൊയ്യാൻ, പുഞ്ചിരിക്കുന്ന പൂവുകളെ, പുഞ്ചിരിക്കുന്ന റിസൾട്ടിനെ, പ്രതിഫലത്തെ കാണുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ്.